നീ എന്താ ദൈവം മകനെ സ്നേഹിക്കണോ? ഒന്ന് കേറിട്ട പന്നി, പെട്ടെന്ന് പോന്നോളൂ. എനിക്ക് അധികം നേരം ഇവിടെ നിക്കാൻ പറ്റില്ല. ഞാനും ആദ്യം ഒന്ന് അവിടെ ചെല്ലട്ടെ, എന്നിട്ടല്ലേ വന്നത്. നോക്കാം. ദേവ പോടാ, നീ വിളിച്ചപ്പോ തന്നെ പോന്ന എന്നെ വേണം തല്ല. സ്വയം തല്ലിക്കൊണ്ടിരുന്നോ? കുറച്ച് കഴിയുമ്പോ നിനക്ക് കമ്പനിക്ക് കൂടെ ആൾക്കാരൊക്കെ വരും. ഇവൻ ഇന്ന് ഞാൻ പോയി. നീ എന്തിനപ്പോഴെന്ന് കരഞ്ഞിട്ടോടിയേ? ദേ ഏട്ടാ, ഒരുമാതിരി പൊട്ടം കളിക്കില്ല ഏട്ടാ, എല്ലാം അറിഞ്ഞിട്ടും. എടി അവൻ, നീ ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. വേണ്ടാന്നല്ലേ നീ ആ തിരുവായ തുറന്നിട്ട് പറയുള്ളൂ. എനിക്കത് കേൾക്കാൻ വയ്യ. ഞാനായിട്ട് എങ്ങനെയും മറന്നോളാം. എടി അപ്പു, അപ്പൊ എനിക്ക് അവളെ ഇഷ്ടമല്ല. അങ്ങനെയല്ല, ഞാൻ അവളെന്റെ സ്വന്തം പെങ്ങളായിട്ടാ കണ്ടിരുന്നത്. ഞാൻ അവളെന്തൊക്കെ ചെയ്തിട്ട് എന്റെ സെറ്റാക്കാനായിട്ടാണ് അങ്ങനെയൊക്കെ കാണിച്ചത്. പ്ലീസ്, എനിക്ക് നിന്നെയാണ് ഇഷ്ടം. പ്രോമിസ്. ആൻഡ് ഐ ലവ് യു സോ മച്ച്. നീ എന്താ ഇവിടെ? അതന്നെ എനിക്കും ചോദിക്കാനുള്ള. നീ എന്താ ഇവിടെ? അത് രാത്രി, അത് എന്റെ പെങ്ങളുടെ റൂമില്. പെങ്ങള്? ആ പെങ്ങള്? അപ്പൊ നീ അവളുടെ സിസ്റ്ററാ? അല്ല, നീ അവള് നിന്റെ ബ്രദറാ? അതേ മോനെ. അല്ല, നേരത്തെ എന്താ പറഞ്ഞേ? എന്റെ ചേട്ടന് വേണ്ടിയോ? നീ എന്തോന്ന് ചെക്ക പറയണേ? ശരിയല്ല, ഞാൻ എന്തോ നീ പറയണേ? അപ്പൊ ഇത് പിടിച്ചേ, എന്നിട്ട് നിനക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞേ. ദേവ, മടിച്ചു നിക്കല്ലേ, നിന്റെ ഇഷ്ടം നീ പറയണ. എന്നിട്ട് വേണം എനിക്ക് എന്റെ കൊച്ചിനെ പോയിട്ടൊന്ന് സമാധാനിപ്പിക്കാൻ. അതിനോട് ഞാൻ ഇനി എന്ത് പറഞ്ഞു മനസ്സിലാക്കും? എന്തോ കറുത്തായി അറിയാം. ഇവൻ ഇനിയും പറയുന്നു എനിക്ക് തോന്നുന്നുള്ളതേവാ. ഞാൻ തന്നെ പറയാം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാക്കും. എപ്പോ മുതലേ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് ചോദിക്കരുത്. നിന്നെ കണ്ടപ്പോ തൊട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് അറിയാം. അല്ല, യോക്കോ, എനിക്കിഷ്ടമല്ല. അക്കു, നീ എന്താ പറയണേ? എനിക്ക് ഇവളുടെ അത്ര സമ്പത്തോ ഒരു നല്ല വീട് പോലും ഇല്ല താമസിക്കാൻ. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്നോട് എനിക്ക് ക്യാഷ് തന്ന് സഹായിക്കാനല്ല പറഞ്ഞു, എന്നെ സ്നേഹിക്കാനാണ്. എനിക്ക് നിന്നെ മാത്രം മതി. എങ്ങനെ ആയിരുന്നാലും നിന്റെ പിന്നെ ലൈഫ് ലോങ് ഉണ്ടാവും, ഉറപ്പ്. എന്റെ കണ്ണിയെ നോക്കി എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറയാലോ. അങ്ങനെ അവര് തെറ്റ്. ഇനി എന്റെ പെണ്ണിനെ പോയിട്ട് കാണും. ദേവാ, നീ എവിടെ പോണു? കപ്പിൾ സംസാരിച്ചിരിക്ക. ഞാനിപ്പോ വരാം. കുറച്ച് പണയുണ്ട്. ജസ്റ്റിനെ വന്നേ, കുറച്ച് പണയുണ്ടോ? എടി അപ്പൊ എന്തേ? അവള് വീട്ടിൽ പോയി ചേട്ടാ. കൊറേ നേരമായോ? ആ സീൻ കാണുമ്പോ തന്നെ അവള് പോയി. എടുക്കണില്ലേ അവള്? ഇല്ല. നീ അടിച്ചെന്ന് കണ്ട് സംസാരിക്ക അവളോട്. നിനക്ക് ആരുടെ കുട്ട ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് മതി മതി ഒലിപ്പിച്ചത്. വാ പോവാ. ഇപ്പളാ? പിന്നെ ഇനി എപ്പളാ? എന്നായിട്ട് പോവാ. രേണൊന്നും അറിയണ്ട. അറിഞ്ഞ എന്നെ കൊല്ലും ഫസ്റ്റ്, എന്നിട്ട് നിന്നെ കൊല്ലും. എന്റെ തലയുളത്തിലത്തിനൊക്കെ കൂട്ടിക്കണം ഞാനാന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ചിൽ ബ്രോ. അതെ, ലാസ്റ്റ് എല്ലാരും കൂടി നിന്നെടുത്തിട്ട് ചില്ലും കൂട്ടി വെക്കും. എന്തിന്? പിന്നെ പാതിരാത്രി ഒരു പെണ്ണിന്റെ റൂമിൽ കയറി ചെന്നിട്ട് നാട്ടുകാരല്ല അവളുടെ വീട്ടുകാരെ നെഞ്ഞിലൊക്കെ സൽക്കരിക്കൂടാ. എങ്ങനെ നമുക്ക് ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ നീ തീർന്നു. പേടിപ്പിക്കലടപ്പ നീ ചേട്ടനൊന്നും ഉണ്ടാവൂല. അതുകൊണ്ടല്ലേ അക്കുവിനോട് നോക്കാൻ പറഞ്ഞേ അല്ലേ? ദൈവം നിന്നെ രക്ഷിക്കട്ടെ മകനെ. എനിക്കൊന്നും ഇത് കൂടുതൽ പറയാനില്ല. ഇത്രയൊക്കെ
മോൻ ചേട്ടാ, ഒരു വാക്ക്. നീ എന്നെ എടീന്ന് വിളിക്കാൻ പോയിട്ട് എന്റെ ഇപ്പൊ തുറക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ പറയും? ദേവാ, മോനും മതി. ഞാനിവിടെ ഉണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. ഹലോ മച്ചു, പാട പന്നി എന്തോരം നേരമായി. ഇനി ഞാൻ ഇവിടെ നിന്നാൽ ഇവിടെ ഉള്ള എല്ലാ കൊതുകളും എന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. ആടെ വന്നി ജസ്റ്റിനുണ്ടോ? ആ, താഴെയുണ്ട്. ഞാൻ ചെല്ലട്ടെ. ആ ജലേ. ബൈ. നടക്കണം. മതി ചെല്ലി നീ. ബാക്കി നാളെ വന്നി സമ്മതിക്കൂല. എടാ, അക്കു എന്താടാ? അവൻ അനുവിന്റെ ഒപ്പം ഇവിടെ പോയേക്കുവാ. അക്കു വല്ലാണ്ട് മാറിപ്പോയില്ലടാ. അതെ, ഇപ്പൊ നമ്മുടെ സ്പെൻഡ് ആക്കാൻ തീരെ ടൈമില്ല. ദേവേട്ടാ, എന്തോ? ദേവനും മാറിപ്പോയി. എനിക്ക് മാത്രം ആരുമില്ലല്ലോ കർത്താവേ. അപ്പു, അപ്പു, നീ ആ ബുക്കിനൊന്ന് വെറുതെ വിട്. കൊറേ നേരമല്ലോ. എന്റെ കർത്താവേ, ഞാനൊരു അൺറൊമാൻറ്റിക് യുവരാജിനെയാണോ പ്രേമിച്ചത്? അക്കു അവിടെ അടിച്ചു പൊളിച്ച് നടക്കുമായിരിക്കും. ഞാനിവിടെ പഠിപ്പിന്നപ്പോ ലൈബ്രറിയില് എന്നെ കൊല്ലി കർത്താവ്, എന്നെ കൊല്ലി. എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു. എന്തിനോട് വിളിച്ചത്? അനുപോലെ പറയുന്നത് നീ കേൾക്ക് എന്റെ പൊന്നടി. അന്നമ്മ അവളൊരു ഡൗട്ട് ചോദിക്കാവുന്ന അത് ക്ലിയർ ആക്കി കൊടുക്കുമായിരുന്നു. വേറെ ഒന്നുമല്ല. പ്ലീസ്. ഓക്കെ, ഇനി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ, ആലോചിക്കാം. എന്താണ്? ഇല്ലാന്ന് പറയായിരുന്നു. അപ്പോ ഞാനിപ്പോ വരാം. എനിക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിച്ച് ഞാൻ വല്ല ചത്തും പോവും. ഞാൻ എന്റെ വൈപ്പിന് പറ്റിയ വല്ല വായിക്കാൻ കിട്ടുമോ നോക്കട്ടെ. അപ്പൊ അവിടെ ഇരുന്ന് എന്താ പറഞ്ഞ? ഞാൻ അൺറൊമാൻറ്റിക് ആണെന്നോ?
ഞാനോ? ഹേ തോന്നിയതാവും. ഇവളിത് എന്തിനുള്ള പുറപ്പാടാ കർത്താവേ. അപ്പൊ വേണ്ട കളിക്കല്ലേ. അപ്പൊ തന്നെ പോകാണോ? എന്താ പേടിച്ചോയോ? അപ്പോ சரிந்திடுமா உன் சொல்லில் ஆரடி பணிந்திடுமா You and I were 6'7", just the other minute life threw a curveball. Now we catching feelings. Who'd ever think a bona fide player get what I want, a heartbreaker would ever come to checkmate? Damn, I got a feeling this situationship is gonna flip the script and take us on a trip. Adventure awaits and love is not a game, but the only way to win it, baby, is if you play. You must be a player, 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 player. You must be a player. മഴ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. ദേവേട്ടൻ എവിടെ? ഞാൻ എന്തൊരു നേരം. സോറി, കുറച്ചധികം വർക്ക് ഉണ്ടായി ഓഫീസില്. ആ പ്രൊജക്ടിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അക്കു ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് എങ്കിൽ ഞാൻ പോകുമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് നാളെ വന്നാൽ മതിയായിരുന്നു. ശരി, ഞാൻ എന്നാ പോട്ടെ. എങ്ങനെ നിക്കാനാണോ ഫാൻ? മഴ പെയ്യും. ഞാൻ ആക്കിയിട്ടൊന്നും ഓഫീസിൽ പോകണമെന്നില്ല. എടാ മച്ചു, അത് നമ്മുടെ ദേവനല്ലേ പോണേ? അതെ. അപ്പൊ കൂടെയുള്ള പെണ്ണേതാ? അത് അനുവല്ലായിരിക്കും. ദേവേട്ട കേറിട്ട് പോവാ. വേണ്ട, നല്ല മഴയാണ്. ആകെ നനഞ്ഞിരിക്കുക. മഴ കുറഞ്ഞിട്ട് പോവാ, ഇല്ല പനി പിടിക്കും. കേറുവാ. തുടക്ക് ഇല്ല, എന്റെ ഏട്ടന് പനി പിടിക്കും. അച്ഛനൊക്കെ എന്തേലും ഒരു ഫ്രണ്ടിന്റെ എന്തോ വീട്ടിൽ പോയേക്കാം. എന്തോ പരിപാടി ഉണ്ട്. നൈറ്റൊക്കെ ആവും വരാൻ. ഞാൻ ചായ ഇട്ടിട്ട് വരാതെ. കടുപ്പം കൂട്ടിയാണോ ദേവേട്ടാ? ദേവേട്ടാ ഒന്ന് മിണ്ടിക്കൂടി, പേടിച്ച് പോരും. കടുപ്പം കൂട്ടിയിട്ടാണോ ചായ? ദേവേട്ട ചായ എടുത്തിട്ട് വരാം. ദേവേട്ടൻ അവിടെ പോയിട്ടിരുന്നു. ഈ ചിക്കനിന്റെ കൺട്രോൾ കളയും. എത്ര
ഡേ ഒന്ന് കണ്ടിട്ട്, എന്നിട്ട് എന്നോട് എങ്ങനെയാണോ വീഴാക്കണ? മനസ്സിലായില്ല. അല്ല, കെട്ടിപ്പിടിച്ച് കുറച്ച് ഉമ്മയൊക്കെ തന്ന് ഈ തണുപ്പത്ത് എടുത്ത് കിടക്കണ്ടേ? അയ്യണോ വെച്ചിട്ട് മനസ്സിലായപ്പോ വേണ്ട കെട്ടിപ്പിടിച്ച് കിടക്കണം പോലെ. ആദ്യം ചേട്ടൻ എന്നെ കെട്ട്, എന്നിട്ട് നോക്കാം. ഓ, കിട്ടിയാലേ നടക്കും. ആ, കെട്ടിയാലേ നടക്കും. എന്താണല്ലേ നിന്റെ അർജന്റ് കാര്യം? ചെറുതായിട്ട് പ്രാക്ടിക്കല്ലേ. ഞാനൊന്ന് അനുവിനെ പോയി കണ്ടോട്ടെ എന്ന് ചോദിച്ചപ്പോ ആരും പറ്റില്ല, ഇത് നടക്കാല്ലേ. അളിയ പോടതിണ്ടി അങ്ങനെ പറയരുത്. വയറെന്ന വേദന പറ്റണില്ല. തീർന്നോ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഏട്ടനെ വിളിക്കണോ? ഏതാണ്ട് പല തിരക്കിലായിരിക്കും. അച്ഛനല്ലോ. ഏട്ടനെ വിളിക്കാം. ഈ കൂരുത്തങ്ങട്ടാവിനെ അല്ലേലും വേണ്ടപ്പോ വിളിച്ചാ കിട്ടില്ല. ഏട്ടനെ വിളിക്കണം. എടാ, ഫയൽ എവിടെയാടാ നീ വെച്ചേ? എടാ, ഞാനിവിടെ തന്നെ വെച്ചേണ്. എടാ, എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയാലോ അത്. അതില്ലേ പിന്നെ നമ്മുടെ ഈ കോൺട്രാക്ടിനെ പറ്റി നീ മറന്നേക്ക്. ഇനി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഈ ഓഫീസിൽ തന്നെയാടാ വെച്ചത്. ആ, ഓക്കെ 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 ഓക്കെ, ഞാൻ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. വെയിറ്റ് ആക്കുന്നേ. ഇതാരെ ഈ നേരത്തെ മനുഷ്യനെ പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്? ഹലോ, നിനക്ക് എന്താ അപ്പോ ഇടക്കിടക്ക് ഇങ്ങനെ എന്നെ വിളിച്ചോണ്ടിരിക്കണം? എന്തിനാ? ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അറിയാലോ ബിസിയാണെന്ന്. നീ എന്താ കൊച്ചുകുട്ടിയാണോ? എന്താ എവിടെ ചെയ്യണമെന്ന് എനിക്കിപ്പോ ഒരു ബോധം ഇല്ലാതെ ആയിട്ടുണ്ട്. എനിക്ക് എന്റേതായ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഹലോ, എന്താ ദേവാ, വേണ്ടവരെ കിട്ടിയവനെ കൊല്ലുവാണോ നീ? നീ ആരോടാണ് ഇത്രയും ദേഷ്യപ്പെട്ടെ? നിന്റെ സൗണ്ട് അങ്ങനെ പുറത്ത് വരെ കേൾക്കാലോ. ഞാൻ നിന്റെ ഈ ഫയല് ആ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടായി. ഹലോ കാവ്, എന്തായി? നീ കരയുവാണോ? പാടോ? ആ, വാങ്ങിട്ട് വരാവേ. സൈലന്റ് ആയിരുന്നോ ഫോൺ? ഇപ്പോഴാണ് ഞാൻ കണ്ടേ. ഞാൻ ഇപ്പൊ തന്നെ വരാവേ. ദേവാ, ഞാൻ ഒന്ന് പോയിട്ട് വരാട്ടോ. എടാ, ഞാൻ പോവാ. സാർ, മീറ്റിംഗ് തുടങ്ങാറായി. എല്ലാരും അവിടെ വെയിറ്റിംഗ് കാണാം. ഞാൻ പൊക്കോളാം. നീ മീറ്റിംഗ് അറ്റൻഡ് ആക്ക. ചെല്ല്, വെറുതെ കൊളാക്കണ്ട. എത്ര ഇമ്പോർട്ടന്റ് ആണെന്നറിയാലോ. ഡിഡ് യു ബെസ്റ്റ്. എന്താടാ നീ ഒപ്പിച്ച് വെച്ചേ? ഇനി എങ്ങനെ ആ കുരുട്ടിനെ നീ പറഞ്ഞ സമാധാനിപ്പിക്കും? അത് ഈ സമയത്ത്. നീ എന്തിവിടെ? നീയോ? ആ, നീ അമ്മച്ചി, എന്നാ വേദനയാടി. എന്നാ പിന്നെ കൊല്ലായിരുന്നില്ല നിനക്കെന്നങ്ങാടി. എന്തിനാ അടി മാത്രാക്കിയ? എനിച്ചോ? ഇല്ല, ഇക്കിളിയായി. സോറി. നീ ഇത് ഞാൻ ഉച്ചക്ക് ദേഷ്യപ്പെട്ടതിന് തന്നതല്ലോ. ഇല്ലേ? ഞാനോ? നോ, നെവർ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ ദേഹത്തിന്? നീ ചെയ്യും. സോറി, അപ്പോ കുറച്ച് ടെമ്പർ തെറ്റി നിൽക്കുമായിരുന്നു. അതങ്ങനെയൊക്കെ പറഞ്ഞേ, ഒന്നും കാര്യാക്കണ്ട കേട്ടോ. നിനക്ക് പാട് വേണമെന്ന് പറയായിരുന്നില്ലല്ലോ എന്നോട്. പാടിന്റെ പോയിട്ട് എന്നെ കൊണ്ടൊന്ന് ശ്വാസപ്പെടാൻ ശ്രമിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ കാര്യം പറയാൻ? സോറി. ദേവേട്ടാ, അച്ഛനുണ്ട് കേട്ടോ, അടങ്ങിയിരുന്നു. പറ്റാത്തോണ്ടല്ലേ ഭാവേ. സോറി ഡി.
അപ്പു വാത എണീറ്റില്ലേ? അപ്പു വാതേ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ, എനിക്ക് ദേവേട്ടാ. എന്നാ അപ്പു കുറച്ച നേരം കൂടി വാ, നീയും വാ. എന്നെ കൊലക്ക് കൊടുത്തിട്ടേ ഇങ്ങനെ അടങ്ങുമല്ലേ, എനിക്കടോ കള്ളപ്പട്ടി. അപ്പു അയ്യോ ഞാനെന്തോടെ ഇതിനകത്ത് പോയില്ല. അതെന്നോടാണോ ചോദിക്കണേ? പോടോ, കട്ടിലടിക്കായിരിക്കും. അപ്പു നീ എന്താ എന്തെടുക്കുമായിരുന്നു? നല്ല ക്ഷീണായിരുന്നു വെച്ചാ, വയറൊക്കെ വേദനിച്ചിട്ട്, അതുകൊണ്ട് ലേറ്റ് ആയി കിടക്ക. അതാ ഫ്രഷ് ആയിട്ട് പോയി ഫുഡ് കഴിക്കാം. ഞാൻ വരാം. ഓടോ. പോട്ടോ. അച്ഛേ, അച്ഛേ, ദൈവമേ, ഏട്ടാ എണീക്കടോ ഏട്ടാ. എന്താടി? എടോ അച്ഛൻ പൊക്കി. ഏട്ടനച്ഛൻ കണ്ടോ? ആടോ പ്ലീസ്. എപ്പോ? എങ്ങനെ? എല്ലാ ബോധവും പോയ അപ്പു നിന്റെ. സോറി. നീ ചെല്ലി, ഞാൻ വരാം. അച്ഛാ, നിനക്കും അറിയായിരുന്നല്ലേ അപ്പു? അത് വേണ്ട അക്കു, ഒന്നും കേക്കട്ടെ. എനിക്ക് അതുപോലത്തെ രീതിയിലാണല്ലോ ഞാൻ കണ്ടേ. അച്ഛൻ പ്ലീസ്, എനിക്ക് ദൈവത്തിന് ഇഷ്ടമാണ്. ഞാനത് പറയാൻ നിന്നതാ, പക്ഷെ അങ്കിൾ ആദ്യം തന്നെ സോറി. എനിക്ക് അപ്പൂനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മോർണിംഗ് എന്നെ കണ്ടത് ഇന്നലെ ഞാൻ ചെറുതായിട്ട് ഇവള് വിളിച്ചപ്പോൾ ദേഷ്യപ്പെട്ട് അതിന് സോറി പറയാൻ വന്നതാ. ആൻഡ് ആ ടൈമില് വന്നത് ഓഫീസിലൊരു മീറ്റിംഗ് കാരണം എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ അങ്കിള് വന്നിട്ട് വിളിക്കുമ്പോഴാണ് എണീറ്റ് ഇത്രയും പ്രശ്നമാക്കിയിട്ട് ഈ കാര്യം ചോദിക്കാൻ, അതും ഇങ്ങനെ വരാൻ ഞാൻ വിചാരിച്ചല്ല. ബട്ട് എനിക്ക് അപ്പൂനെ എൻ്റെ ജീവനോട് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും ഇയാളെ വിട്ട് കളയില്ല, പ്രോമിസ്. അതുകൊണ്ട് എനിക്ക് കെട്ടിച്ചു കയറും. ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം, വീട്ടുകാർക്ക് വേണം. ബട്ട് എനിക്ക് പറ്റില്ല. അച്ഛേ, എനിക്ക് എന്റെ മോളെ കെട്ടിച്ചു തരാൻ പറ്റില്ല.